ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചിന്നു എന്നൊരു മുയിലിൻ്റെയും അവളുടെ ഒരു സൂപ്പർ പവർ കണ്ണടയുടെയും കഥയുടെ ഒരു ചെറിയൊരു വിവരണമാണ്. അപ്പോൾ ഇതൊരു മുയലിൻ്റെ കഥയാണ്. എപ്പോഴും നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരു മുയൽ. ഒരു മാന്ത്രിക കണ്ണട അവളുടെ ജീവിതമങ്ങ് മാറ്റിമറിച്ചു. പക്ഷേ ശരിക്കുമുള്ള മാജിക് എവിടെയായിരുന്നു എന്നറിയാമോ? അതാണീ കഥ. ഒന്നാമത്തെ കാര്യം, ചിന്നുവിൻ്റെ പ്രശ്നവും അവളുടെ അപ്പൂപ്പൻ്റെ ഒരു മാന്ത്രിക ഐഡിയയുമാണ്. അപ്പോൾ ഈ ചിന്നു എപ്പോഴും മുഖം വീർപ്പിച്ചിരിക്കും, ഒരു ഉണങ്ങിയ പപ്പടം പോലെ. എന്ത് കണ്ടാലും അയ്യോ എന്ന് പരാതി പറയും. ഇത് കണ്ടിട്ട് അവളുടെ സൂപ്പർ കൂൾ അപ്പൂപ്പൻ ഒരു തിളങ്ങുന്ന പച്ചക്കണ്ണട കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് വെറും കണ്ണടയല്ല, ലോകത്തെ പോസിറ്റീവായി കാണാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ പവർ കണ്ണടയാണെന്ന്. രണ്ടാമതായിട്ട്, അവളുടെ കാഴ്ചപ്പാടിൽ വന്ന ഒരു അട്ടിപ്പൊളി മാറ്റം. ശരിക്കും പറഞ്ഞത് അതൊരു അത്ഭുതം തന്നെയായിരുന്നു. ആ കണ്ണട വെച്ചതും ചിന്നു ആകെ മാറിപ്പോയി. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഡ്രസ്സ് നനയുമല്ലോ എന്ന് വിഷമിക്കുന്നതിന് പകരം അവൾ പറയും, ഹായ്, ചെടികൾക്കൊക്കെ കുളിക്കാലോ, എന്നിട്ട് സന്തോഷിക്കും. താഴെ വീണാലോ, കരയുന്നതിന് പകരം നിലത്ത് കണ്ട ഒരു ചെറിയ പൂമ്പാറ്റെ നോക്കി അവൾ ചിരിക്കാൻ തുടങ്ങി. അവസാനമായിട്ട് എന്തായിരുന്നു ആ യഥാർത്ഥ സൂപ്പർ പവർ എന്നുള്ള തിരിച്ചറിവാണ്. ഒരു ദിവസം, അയ്യോ, ആ കണ്ണട കാണാനില്ല. ചിന്നു ആകെ പേടിച്ചുപോയി. പക്ഷെ കണ്ണടയില്ലാതെ ചുറ്റും നോക്കിയപ്പോഴും അവൾക്കെല്ലാം നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോഴാണ് അപ്പൂപ്പൻ ആ രഹസ്യം പറഞ്ഞത്. എന്താണെന്നറിയാമോ? ആ കണ്ണട വെറുമൊരു പ്ലാസ്റ്റിക് ആയിരുന്നു. അതിനൊരു മാന്ത്രിക ശക്തിയുമില്ലായിരുന്നു. യഥാർത്ഥ മാജിക് അത് ചിന്നുവിൻ്റെ മനസ്സിലായിരുന്നു. അവൾ കാര്യങ്ങളെ പോസിറ്റീവായി കാണാൻ തുടങ്ങിയപ്പോൾ അവളുടെ മനസ്സ് തന്നെ ഒരു സൂപ്പർ പവറായി മാറി. അപ്പോൾ ഈ കഥയുടെ സാരം ഇത്രയുള്ളൂ. ശരിക്കുമുള്ള മാന്ത്രിക ശക്തി പുറത്തുള്ളൊരു വസ്തുവിലല്ല, അത് നമ്മുടെ കാഴ്ചപ്പാടിലാണ്.